നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ മത്സരത്തിൽ പോർച്ചുഗൽ തോറ്റതിന് പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് നേരെ വലിയ വിമർശനങ്ങളാണ് പോർച്ചുഗീസ് മാധ്യമങ്ങളടക്കം ഉയർത്തിവിട്ടത്. 40 വയസ്സുകാരനായിട്ടുള്ള ക്രിസ്ത്യാനോയാണോ 90 മിനിറ്റും കളിപ്പിക്കുന്നത്, പോർച്ചുഗീസ് ഫുട്ബോളിൻ്റെ ഭാവി ശോഭനമല്ല എന്ന് കാണിക്കുന്നതാണ് എന്നുവരെ വിമർശനങ്ങൾ വന്നു. എന്ന് മാത്രമല്ല, കോച്ച് റോബർട്ടോ മാർട്ടിനസ് ധൈര്യം കാണിക്കണം ക്രിസ്ത്യാനോയോട് പറയാൻ, നിങ്ങളെ ഇനി എല്ലാ കളികളും കളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയാനുള്ള ധൈര്യം കാണിക്കണം എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡെൻമാർക്കിനെതിരെ ഇന്ന് രണ്ടാം പാദ മത്സരം, യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരം ലിസ്ബണിൽ വെച്ച് കളിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കാണാൻ ക്രിസ്ത്യാനോ തന്നെ വന്നു. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ CR7 തന്നെ വന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, വിമർശനങ്ങൾ എനിക്ക് പുതിയതൊന്നുമല്ല. 23 കൊല്ലക്കാലമായിട്ട് ഞാൻ അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഇവിടെ ഞാനുണ്ട്. അപ്പോൾ ഞാൻ ഗോളടിക്കുന്ന ഘട്ടത്തിൽ പോലും വിമർശനങ്ങളുമായിട്ട് പലരും വരും. പിന്നെയാണോ അല്ലാത്ത സമയത്ത് ഇതൊന്നും എന്നെ ഏശുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചിട്ട് പിന്നെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം അതിനോട് അനിഷ്ടം പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ചില നെഗറ്റിവിറ്റീസ് ഇവിടെ പലരും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, അത് പോർച്ചുഗൽ തോൽക്കാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ടെന്ന്. അപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ നോക്കുക, അല്ലാതെ കമ്പ്യൂട്ടർ നോക്കി നിൽക്കുകയല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ 10 തവണ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ കൃത്യമായിട്ട് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ 23 കൊല്ലമായിട്ട് ഫുട്ബോൾ കളിക്കുന്നു. ക്രിറ്റിസിസം എന്നുള്ളത് എനിക്കൊരു പുത്തരിയല്ല, എനിക്കതൊരു പുതിയ കാര്യവുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗോളടിച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ പോലും എനിക്ക് നേരെ പലപ്പോഴും വിമർശനങ്ങൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നന്നായിട്ട് കളിക്കാത്ത സമയത്തും ഗോളടിക്കാത്ത സമയത്തും എങ്ങനെയൊക്കെ വരും. ഇതൊക്കെ കളിയുടെ ഭാഗമാണ്, ഇത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഇവിടെ ചിലർ ദേശീയ ടീം വിജയിക്കുന്നത് ആഗ്രഹിക്കാത്തവരുണ്ടെന്ന് എനിക്കറിയാം. ഒരു സം കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റി ദേശീയ ടീമിന് ചുറ്റും ചിലർ പടർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രസ് കോൺഫറൻസിൽ ചോദ്യം ചോദിക്കുന്നത് ഡിസ്റെസ്പെക്റ്റ്ഫുൾ രൂപത്തിലാവുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് എനിക്കിഷ്ടമല്ല. നോക്കുക, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നേരെ നോക്കണം ഞാൻ ഉത്തരം പറയുമ്പോൾ, അല്ലാതെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലല്ല നോക്കിയിരിക്കേണ്ടത്. നിങ്ങൾക്കതിനുള്ള സമയം വേറെ ഉണ്ടല്ലോ. ആവശ്യമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ 10 തവണ ഈ പറയുന്ന ഉത്തരം റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.